أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين نبينا محمد وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, യുവാക്കളെ, ഏതാനും സമയത്തിനുള്ളിൽ ആഗോളാടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക ചലനങ്ങളെ സംബന്ധിച്ച് ചില സംഗതികൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് ആരംഭഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ പതനത്തോടുകൂടി ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, വിവിധ പ്രസ്ഥാനങ്ങളും സംഘടനകളും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആരംഭം കുറിക്കുകയുണ്ടായി. ഈജിപ്ത്, സുഡാൻ, അൾജീരിയ, ലിബിയ, അപ്രകാരം തന്നെ സോമാലി, സെനഗാൾ, യമൻ, ഇന്തോനേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ പല പേരുകളിലും ആണ് ഈ സംഘടനകളൊക്കെയും ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നായകന്മാരും നേതാക്കന്മാരും ശക്തിയായി ഊതി പറഞ്ഞ സംഗതി ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിതറിക്കിടക്കുന്ന, കടന്നു കിടക്കുന്ന മുസ്ലിം യുവാക്കളെയും വിശ്വാസികളെയുമൊക്കെ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കാനുള്ള ആഹ്വാനമാണ് അവർ നടത്തിയിട്ടുള്ളത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണമായി പ്രവേശിക്കുക എന്ന ഖുർആൻ്റെ ആഹ്വാനം അതായിരുന്നു. നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകരുത്, പിശാചി നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാണ് എന്ന കാര്യം. അപ്രകാരം തന്നെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വർണ്ണം നിങ്ങൾ സ്വീകരിക്കുക. സിബഗത്ത് അല്ലാഹ്, അള്ളാഹുവിനേക്കാളും ഉത്കൃഷ്ടമായ ഉന്നതമായ വർണ്ണം നൽകുവാൻ മറ്റാർക്കാണ് കഴിയുക? അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക എന്നതിൻ്റെ വിവക്ഷ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ്. അതാണ് വനഹ്നു ലഹു ആബിദൂൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ ആഹ്വാനം, പ്രഖ്യാപനവും ഇസ്ലാമിലേക്കുള്ള ക്ഷണവും വിളിയും പ്രബോധനവുമൊക്കെ ശക്തിയായി ലോകത്തിൻ്റെ നാനാഭാഗത്തും ആരംഭിക്കുകയുണ്ടായി. പല ഭാഗത്തു നിന്നും ഇസ്ലാമിൻ്റെ ശക്തികൾ, ഇസ്ലാമിൻ്റെ എതിർവശത്തുള്ള അതിൻ്റെ ആളുകൾ ഈ പ്രസ്ഥാനങ്ങളെയെല്ലാം അടിച്ചമർത്താനും അതിൻ്റെ പ്രകാശം കെടുത്തിക്കളയാനും ആസൂത്രിതമായി പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ പ്രസ്ഥാനങ്ങളുടെ നായകന്മാരുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടവരാണ് ഇമാം ഷഹീദ് ഹസനുൽ ബന്ന, അപ്രകാരം തന്നെ ഷഹീദ് സയ്യിദ് ഖുത്ബ്, സയ്യിദ് അബുൽ അല മൗദൂദി, അങ്ങനെ പലരെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇമാം ഹസനുൽ ബന്ന അതിക്രൂരമായ നിലയിൽ വധിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ വളരെ ചുരുങ്ങിയ കുടുംബത്തിലെ ആളുകൾക്ക് മാത്രമേ ഈജിപ്ത് ഗവൺമെൻറ് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർഗം, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളൊക്കെ പിന്തുടരുന്ന
ദശലക്ഷങ്ങൾ നമുക്ക് ലോകത്തിൻ്റെ ഭാഗത്തും കാണാൻ കഴിയുന്നതാണ്. ഷഹീദ് സയ്യിദ് ഖുത്ബിനോട് ഒരിക്കൽ ഒരാൾ അന്വേഷിക്കുകയുണ്ടായി. ഹസനുൽ ബന്നനെ സംബന്ധിച്ച് അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സയ്യിദ് ഖുത്ബ് പറഞ്ഞത്, ഈജിപ്തിൻ്റെ ചരിത്രം, ഹസനുൽ ബന്ന ഈജിപ്തിൽ പ്രവർത്തന രംഗത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈജിപ്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച ശേഷമുള്ള ഈജിപ്തിൻ്റെ ചരിത്രവും രണ്ടും പഠിക്കുന്ന ആളുകൾക്ക് ഈജിപ്തിൽ ഹസനുൽ ബന്നയെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്നാണ്. ഫാറൂഖ് രാജാവ് ഒരിക്കൽ പറയുകയുണ്ടായി, മാതാ യുംകിനു അൻ യഫ്അല മുഅല്ലിമുൽ ഔലാദ്. ഈ മനുഷ്യൻ ഹസനുൽ ബന്നയെ ചൂണ്ടിക്കൊണ്ടാണ് ഫാറൂഖ് രാജാവ് പറഞ്ഞത്, കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൊല്ലക്ക് ഈജിപ്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു വിപ്ലവം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധ്യമാവുകയില്ല എന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. പക്ഷേ ഈ പ്രവചനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇന്നിപ്പോൾ ഈജിപ്തിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അടുത്തിടെ ഒരു നിവേദക സംഘം ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ കാര്യദർശി മുർഷിദ് ആം മുഹമ്മദുൽ ബദീനെ സന്ദർശിച്ചപ്പോൾ മുഹമ്മദുൽ ബദീ പറഞ്ഞത്, ഈജിപ്തിൽ ഏതാണ്ട് 40 മില്യൺ ജനങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 1 മില്യണിന് താഴെ മാത്രമേ ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ പ്രവർത്തകരായിക്കൊണ്ടുള്ളൂ. പക്ഷേ ഇഖ്വാനുൽ മുസ്ലിമൂൻ പ്രവർത്തകരുടെ ക്ഷമയും പ്ലാനും ആസൂത്രണവും അള്ളാഹുവിൽ അടിയുറച്ചുള്ള വിശ്വാസവും കാരണമായിട്ട് ഇന്നിപ്പോൾ ഈജിപ്തിൻ്റെ ഭരണം അവരുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഈ അതിരക്ഷ ക്ഷമ, അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം ത്യജിക്കാനുള്ള സന്നദ്ധത, ഇതുകൊണ്ടെല്ലാമാണ് ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്വഭാവം ലോകത്തുള്ള സകല ഇസ്ലാമിക പ്രവർത്തകനുകളും സ്വീകരിക്കുകയാണെങ്കിൽ അവരവരുടെ നാടുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് കഴിയുമെന്നാണ് മുർഷിദ് ആം ഈ നിവേദക സംഘത്തോട് പറഞ്ഞിട്ടുള്ളത്. ആളുകളുടെ ആധിക്യം കൊണ്ടൊന്നും ലോകത്തൊരു മാറ്റവും ഉണ്ടാക്കുക സാധ്യമല്ല. ദീർഘകാലം ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ നേതാക്കന്മാർ ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്ബ്, അബ്ദുൽ ഖാദർ അഴുദ, മുഹമ്മദ് ഫർഗലി, അപ്രകാരം തന്നെ മുഹമ്മദ് യൂസുഫ് ഹവാഷിനെ പോലെയുള്ള വലിയ വലിയ നേതാക്കന്മാരുടെ ജീവചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അവരുടെയൊക്കെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വഖാല ലഹുമുൻ നാസു ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതെങ്കിലും എക്കാലത്തേക്കും ഈ ആയത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ജനങ്ങൾ വന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കെതിരിൽ ജനങ്ങളൊക്കെ സംഘടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, രക്ഷപ്പെടാനുള്ള മാർഗം നടപടിയും സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമികനോട് സ്നേഹവും കൂറും ഉള്ള അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള ആളുകൾ പറയുക, ഹസ്ബുൻ അല്ലാഹു വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഫസാദഹും ഈമാന, വിശ്വാസം വർദ്ധിക്കും. എതിർപ്പുകളും വിമർശനങ്ങളും സംഘട്ടനങ്ങളും അപ്രകാരം തന്നെ ഇതൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈമാൻ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഇസ്ലാമിക പ്രവർത്തകരുടെ സവിശേഷതകളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് സയ്യിദ് ഹസനുൽ ബന്ന അനുയായികളെ വളർത്തിയെടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഹസനുൽ ബന്ന വളരെ കുറച്ച് ഗ്രന്ഥങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, വളരെ കുറച്ച്. ഹസനുൽ ബന്നയോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് ഗ്രന്ഥങ്ങൾ രചിക്കാത്തത്? നിങ്ങൾ വിചാരിച്ചാൽ ഫലവത്തായ വിജ്ഞാനപ്രദമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ എന്ന് പറയുമ്പോഴൊക്കെ ഹസനുൽ ബന്ന പ്രതികരിക്കാറുള്ളത് ഇപ്രകാരമായിരുന്നു: ഇന്നി ഉരീദു അൻ വല്ലിഫ റിജാലൻ വഹും സയുവല്ലിഫൂനൽ കുതുബ. ഗ്രന്ഥങ്ങൾ രചിക്കാൻ കഴിവുള്ള ആളുകളെ നിർമ്മിക്കാനാണ്, വാർത്തെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവർ ഇൻഷാ അല്ലാഹ് നല്ല ഗ്രന്ഥങ്ങൾ പുറകെ അവർ ഉണ്ടാക്കി രചിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഹസനുൽ ബന്നയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹസനുൽ ബന്നയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളിൽ ഈ സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈജിപ്തിൽ ഇസ്ലാമിക പ്രസ്ഥാന രംഗത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് മുഹമ്മദ് കമാലുദ്ദീൻ സനാനേരി. അദ്ദേഹം സയ്യിദ് കുത്തുബിൻ്റെ സഹോദരിയായ അമീന കുത്തുബിനെ വിവാഹം കഴിച്ചു. അതിന് മുമ്പ് തന്നെ 11 വർഷക്കാലത്തോളം ജയിലിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുകയുണ്ടായി. പക്ഷേ പുറത്തു വന്നതിന് ശേഷം അമീന കുത്തുബുമായിട്ടുള്ള വിവാഹം നടന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ഇദ്ദേഹത്തെ ജയിലിൽ അടക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ കമാലുദ്ദീൻ സനാനേരി അമീന കുത്തുബക്ക് ഒരു കത്തയക്കുകയുണ്ടായി. ഈ കത്തിൽ കമാലുദ്ദീൻ സനാനി എഴുതിയിരിക്കുന്ന വിവരം അമീന കുത്തുബിനോട് പറയുകയാണ്: ഈജിപ്തിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ വേണമെങ്കിൽ നിന്നെ ഒഴിവാക്കി തരാം. എനിക്ക് ഈ ജയിൽ വാസം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് അധികകാലം ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നിനക്ക് വേണമെങ്കിൽ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാം, ഞാൻ വിവാഹമോചനം നടത്തിത്തരാമെന്ന് ആണ് കത്തിൻ്റെ ഉള്ളടക്കം. ഈ കത്ത് അമീന കുത്തുബിന് കിട്ടിയപ്പോൾ അവർ ഉചിതമായ ഒരു മറുപടി അതിന് അയച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ലോകത്ത് വെച്ച് വേറൊരു ഭർത്താവിൻ്റെ പുരുഷൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ജയിൽ മോചനം ഉണ്ടാകുകയും ജയിലിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയും ചെയ്താൽ പടച്ച തമ്പുരാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വെച്ച് സന്ധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമീന കുത്തുബ് എഴുതിയിട്ടുള്ളത്. ഈ മനസ്സുള്ള ആളുകളെയായിരുന്നു അവർ ഹസനുൽ ബന്ന വാർത്തെടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പല ആളുകളെയും ചരിത്രം പരിശോധിച്ചാൽ ഈ വസ്തുത നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. യുവാക്കളെ വളർത്തിയെടുക്കുന്ന വിഷയത്തിൽ ഹസനുൽ ബന്ന അവർക്കാവശ്യമായ തർബിയത്തും ശിക്ഷണവും നൽകുന്ന വിഷയത്തിൽ ഏറ്റവും മുമ്പിൽ നിന്ന് മാതൃക കാണിച്ചു കൊടുത്തത് പല വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരിക്കൽ ഹസനുൽ ബന്ന അദ്ദേഹത്തിൻ്റെ റസായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഇഖ്വാനുൽ മുസ്ലിമൂൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്: അല്ലാഹുമ്മ ഇന്നക തഅലമു അന്ന ഹാദിഹിൽ ഖുലൂബ ഖദ് ഇജ്തമഅത് അലാ മഹബ്ബതിക വഹകദ വൽതഖത് അലാ തആഅതിക വതവഹദത് അലാ ദഅവതിക വതആഹദത് അലാ നുസ്രത്തി ശരീഅതിക. പടച്ചവനെ, ഈ ഹൃദയങ്ങൾ ഈജിപ്തിൽ മാത്രമുള്ള ഹൃദയങ്ങളല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിച്ച് വിതറിക്കിടക്കുന്ന ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ട ഈ ഹൃദയങ്ങൾ നിൻ്റെ മാർഗത്തിൽ ഇതാ ഒത്തൊരുമിച്ചിരിക്കുന്നു, നിന്നോടുള്ള സ്നേഹത്തിൽ ഇതാ സഹകരിച്ചിരിക്കുന്നു, നിന്നോടുള്ള അനുസരണത്തിൽ ഇതാ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, നിൻ്റെ ശരീരത്തിനെ സഹായിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന ഈ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിട്ട്, പടച്ചവനെ, ഈ ഹൃദയങ്ങളുടെ ഇടയിൽ നീ ഐക്യവും യോജിപ്പും സഹകരണവും നിലനിർത്തണമേ, ഉണ്ടാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. ഈ പ്രാർത്ഥന സൂര്യാസ്തമനത്തിൻ്റെ തൊട്ട് മുമ്പ് എല്ലാ ദിവസവും പറയണം എന്നാണ് ഹസനുൽ ബന്ന അനുയായികളോട് ഉപദേശിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനയെ പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയാണ്: ഫവസ്സിക്കില്ലാഹുമ്മ റാബിതതഹ വഅദിം മുദ്ദഹ വഹ്ദിഹ സുബുലഹ. പടച്ചവനെ, ഈ ഹൃദയങ്ങൾ തമ്മിലുള്ള
ഈ ഐക്യവും യോജിപ്പും ബന്ധവും നീ നിലനിർത്തണമേ. അതിനെ ഈ ശരിയായ മാർഗത്തിൽ നീ നയിക്കണമേ. ഈ സ്നേഹബന്ധം ലോകാവസാനം വരെ നീ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ ഹൃദയങ്ങളുടെ ഈ ആളുകളെ നീ നിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് നൽകിക്കൊണ്ട് രക്തസാക്ഷികളായിക്കൊണ്ട് നീ അവരെ മരിപ്പിക്കണമേ. നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നിന്നേക്കാൾ വലിയ നിന്നെ സഹായിയായിക്കൊണ്ട് ലോകത്ത് മറ്റാരുമില്ല. ഈ പ്രാർത്ഥന അന്ന് മാത്രമല്ല 928 മുതൽ ഇന്ന് വരെയും അവർ ഈ പ്രാർത്ഥനകൾ ഇതുപോലെയുള്ള ഒരുപാട് ഔറാദുകളും പ്രാർത്ഥനകളും അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം അള്ളാഹു ഖുദ്സിയായ ഒരു ഹദീസ് കാണാൻ കഴിയും. പടച്ച തമ്പുരാൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ടാകും. ഐനൽ മുതഹാബ്ബൂന ബിജലാലി അൽയൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. എൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും ഒത്തൊരുമിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾ എവിടെ? എൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ ഒത്തൊരുമിച്ച് ജീവിച്ച സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ ആളുകൾ എവിടെയെന്ന് പടച്ചവൻ ചോദിക്കും. അവർക്ക് ഞാൻ യാതൊരു തണലുമില്ലാത്ത ഈ ദിവസം എൻ്റെ തണൽ ഞാൻ അവർക്ക് ഇട്ടുകൊടുക്കുന്നതാണ്. അതുകാണ് ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തന രംഗത്ത് ഏറ്റവും അധികമായി അതിന് നമ്മൾ ആർജിക്കേണ്ടത് ഈ ഉഹുവത്തും സ്നേഹബന്ധവും സൗഹൃദവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കൽ ഹസനുൽ ബന്നയെ സംബന്ധിച്ചുള്ള പരാമർശം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ടിട്ട്. ഹസനുൽ ബന്ന ഈയിടെ പ്രവർത്തകന്മാരായ വിദ്യാർത്ഥികളിൽ സംഘടനയിൽപ്പെട്ട കുറച്ച് ആളുകൾ ഒരിക്കൽ അലക്സാൻഡ്രിയ പ്രദേശത്ത് കൂടിയ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ യാത്രയിൽ റോഡിൻ്റെ ഒരു ഭാഗത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു പള്ളി അവർക്കിടെ ദൃഷ്ടിയിൽപ്പെടുകയുണ്ടായി. ആ പള്ളി അവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ പള്ളി അവർ കാണുകയും അത് ഉപയോഗപ്രദമാക്കാൻ അത്യാവശ്യമായ മരാമത്ത് പണികളൊക്കെ നടത്തിക്കൊണ്ടിട്ട് അത് ഉപയോഗപ്രദമാക്കാൻ അവർ പരിപാടി തയ്യാറാക്കുകയും ചെയ്തു. അതിനാവശ്യമായ പണമൊക്കെ ശേഖരിച്ച് പണിയൊക്കെ പൂർത്തിയാക്കി ഒരു ദിവസം ഹസനുൽ ബന്നയുടെ അടുക്കൽ ചെന്നിട്ട് ഈ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി വരാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. ഹസനുൽ ബന്ന അത് സ്വീകരിച്ചു. അങ്ങനെ എല്ലാവരും അലക്സാൻഡ്രിയയിലെ ഈ പുതുതായി പണി തീർത്ത അറ്റകുറ്റ പണികൾ തീർത്ത പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പള്ളിയിൽ പ്രവേശിച്ചു. ഹസനുൽ ബന്നയുടെ കൂട്ടത്തിൽ ഏതാനും വിദ്യാർത്ഥികളും യുവാക്കളും ഉണ്ടായിരുന്നു. പള്ളിയിൽ പ്രവേശിച്ച് നോക്കുമ്പോൾ പള്ളി നിറയെ ആളുകളാണ്. ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ പ്രവർത്തകന്മാരല്ല അവർ. വേറൊരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ പള്ളി അടക്കി വെച്ചിരിക്കുകയാണ്, കൈ അടക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒന്നുമെടുത്ത് സുന്നസ്കാരമൊക്കെ കഴിഞ്ഞോട്ട് കിട്ടിയ കുറച്ച് സമയത്തിനിടയിൽ ഈ ചെറുപ്പക്കാർ വളരെ ആവേശത്തോടു കൂടി ഇതെന്തെങ്കിലും ഒരു പരിഹാരം കാണണം, നമ്മളുണ്ടാക്കിയ പള്ളി ഇപ്പോൾ വേറൊരു കൂട്ടർ കൈ അടക്കിയിരിക്കുകയാണ്, ഇതിനെന്താണ് പ്രതീതി, പരിഹാരം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ഹസനുൽ ബന്നയോട് ആരാഞ്ഞു. ഹസനുൽ ബന്ന കുറച്ച് നേരത്തേക്ക് മറുപടിയൊന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു. പിന്നെയും ഒരു തിരക്കുകയുണ്ടായി. അവസാനം ഹസനുൽ ബന്ന അവരോട് ചോദിച്ചു, ഇങ്ങനെ ചോദിക്കുകയും കേൾക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വം ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഹസനുൽ ബന്ന അവരോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പള്ളി ഉണ്ടാക്കിയത്? നമസ്കരിക്കാൻ വേണ്ടി. ഇവിടെ ഇപ്പം എന്താ നടക്കാൻ പോകുന്നത്? നമസ്കാരമാണ്. എന്നാൽ പിന്നെ അത് നടക്കട്ടെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചില ആളുകളൊക്കെ വേണ്ടി വന്നാൽ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹസനുൽ ബന്ന അവരോട് പറഞ്ഞു, നിങ്ങൾ നിർമ്മിച്ച ഈ പള്ളി അതൊക്കെ അതിൻ്റെ ഭരണവും അതിൻ്റെ അധികാരവും ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. കുറച്ച് കാലങ്ങൾ ക്ഷമിക്കണം. പഴം അത് മൂപ്പെത്തുന്നതിന് മുമ്പ് പറിച്ചെടുക്കാൻ നിങ്ങൾ ധൃതി കൂട്ടരുത്. ലാ തസ്തഅജിലു ഖത്ബ സിമാർ ഖബ്ല നദ്ജിഹ. ഇതേ ശൈലിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ക്ഷമിക്കണം,
സഹിക്കണം, കുറച്ചു കാലത്തേക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. ഇൻഷാ അല്ലാഹ് അധികം കാലം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ നിർമ്മിച്ച പള്ളി നിങ്ങളുടെ കയ്യിൽ തന്നെ വരും, ധൃതി കൂട്ടല്ലായി നിങ്ങൾ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ നമസ്കാരം കഴിഞ്ഞൊക്കെ പിരിഞ്ഞു പോയി. അങ്ങനെ ഏതാനും 4-5 മാസങ്ങൾക്ക് ശേഷം ഇമാം ഹസനുൽ ബന്ന ആ വഴിയിലൂടെ വരുമ്പോൾ ബാങ്ക് കൊടുത്തു. നിസ്കരിക്കാൻ വേണ്ടി ആ പള്ളിയിൽ ഇറങ്ങി ഒതുവൊക്കെ എടുത്ത് പള്ളിയിൽ കയറിയപ്പോൾ തഹിയ്യത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ ഹസനുൽ ബന്നയോട് ആവശ്യപ്പെട്ടു ഇഖാമത്ത് കൊടുത്തതിന് ശേഷം ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം ഇമാമത്ത് നിന്ന് നമസ്കരിച്ചു. അതിനുശേഷം 2-3 ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ ഈ പള്ളി ആ യുവാക്കൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇതാണ് കുറച്ചൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ ഇസ്ലാമിക പ്രവർത്തകർക്ക് കഴിയണം. നേതൃത്വം അതിനു വേണ്ടി ഉപദേശിക്കണം. നേതൃത്വത്തിൻ്റെ ഉപദേശം കേട്ടാൽ സമീഅനാ വഅതഅനാ എന്ന് പ്രവർത്തകന്മാർക്ക് പറയാൻ കഴിയുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് ഹസനുൽ ബന്നയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബ്രദർഹുഡ് ഇസ്ലാമിക പ്രവർത്തകരായ ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ പ്രവർത്തകരെ ജമാൽ അബ്ദുൽ നാസറിൻ്റെ ഈജിപ്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഫാറൂഖ് രാജാവ് മുതൽ ജമാൽ അബ്ദുൽ നാസർ, അൻവർ സാദാത്ത്, ഇപ്പോൾ അടുത്ത കാലത്ത് ഭരിച്ചിരുന്ന 10-30 കൊല്ലം 2-3 പതിറ്റാണ്ട് കാലം ഭരണം നടത്തിയ ഹുസ്നി മുബാറക്കിൻ്റെ ഒക്കെ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇതോടുകൂടി നമ്മൾക്കുള്ള അധികാരത്തോടുകൂടി തന്നെ ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ കഥ കഴിയുമെന്നുള്ളത്. പക്ഷെ അവരൊന്നും വിചാരിക്കുന്ന മാതിരിയല്ല ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഈജിപ്തിലെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. 10,000-കണക്കിന് ആളുകളെ ജയിലിലിട്ടടച്ച് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൈറോവിലെ ഹൈക്കോടതിയിൽ വെച്ച് ഇഖ്വാനുൽ മുസ്ലിമീൻ ഏതാനും ആളുകളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗം. ഹംസത്തുൽ ബസ്യൂനി എന്ന ജഡ്ജിയാണ് കുറച്ച് ആളുകളെ വിചാരണ ചെയ്യുന്നത്. ക്ഷുഭിതനായി ക്രൂരമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ പ്രവർത്തകരോട് ചോദിക്കുകയാണ്, ഐന ഇലാഹുക യാ ഫുലാൻ, അല്ല മനുഷ്യ, നിന്റെ ഇലാഹു എവിടെയാണെടോ? വല്ലാഹി ലൗ നസല ഇലാഹുക ലാന ലഅന്നഹു ഫി സിജ്നി മഅക, നിന്റെ ഇലാഹുണ്ടല്ലോ, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ്, നിന്റെ ഇലാഹു എന്നൊക്കെ പറയുന്ന അവനെങ്ങാനും ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഇറങ്ങി വന്നാൽ അവനെ നിന്റെ ജയിലിൽ, നിന്റെ അറയിൽ തന്നെ നിന്നോടൊപ്പം ഞാൻ ജയിലിലിട്ടടക്കുമെന്ന് പറയുകയുണ്ടായി. അവരുടെ ക്രൂരതയും അവരുടെ ഈ ഭ്രാന്തും ഇത്രത്തോളം എത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ പടച്ച തമ്പുരാൻ ഇതൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹംസത്തുൽ ബസ്യൂനി കോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ കയറി അദ്ദേഹം കൈറോവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ നേരെ വന്ന ഇരുമ്പും കയറ്റിക്കൊണ്ട് വന്ന ഒരു ലോറി അദ്ദേഹത്തിൻ്റെ വാഹനത്തിടിക്കുകയും ആ കമ്പി അദ്ദേഹത്തിൻ്റെ തലയിൽ തറച്ചിട്ട് പിൻഭാഗത്തെ കൂടെ തന്നെ പുറത്തു വരികയും ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു പോയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ വിളിക്കുന്നത് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. നിങ്ങൾ എത്ര വലിയ കുതന്ത്രങ്ങൾ പയറ്റി നോക്കിയാലും കുതന്ത്രങ്ങൾ പയറ്റുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ കവച്ചു വെക്കാൻ നിങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം രംഗങ്ങളിലാണ്. ഇതുപോലെ എത്രയോ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഹസനുൽ ബന്നയുടെ ശിഷ്യന്മാർ ആണ് സയ്യിദ് കുത്തുബ്, അപ്രകാരം തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് ഈജിപ്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണരംഗത്തുള്ള മാറ്റം പടച്ചതമ്പുരാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും അടുത്ത് വരാൻ പോകുന്ന ഏപ്രിലൊക്കെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഇതുപോലെ ഈജിപ്തിൽ മാത്രമല്ല സുഡാനിലും ടുണീഷ്യയിലും റാഷിദ് ഖനൂഷി, ഹർക്കത്ത് നഹ്ള പ്രസ്ഥാനം, അതിലേക്കൊക്കെ പ്രവർത്തനങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 941 ആരംഭിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം സയ്യിദ് അബുൽ അല മൗദൂദിയാണ് നേതൃത്വം നൽകിയത്. മൗദൂദി സാഹിബിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പക്ഷേ ആളുകൾക്ക് അതൊന്നും അറിയുകയില്ല. മൗദൂദിയുടെ ചരിത്രം പഠിക്കാൻ ഇന്നത്തെ പലർക്കും കഴിയുകയില്ല. അദ്ദേഹത്തിനെ വിമർശിക്കാനും
അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരിൽ ഒക്കെ എന്തെല്ലാം പറയാനോ എഴുതാൻ കഴിയുമോ എന്നാണ് ഓരോരുത്തർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മൗദൂദി സാഹിബ് 979 സെപ്റ്റംബർ മാസം 20-ാം തീയതി ന്യൂയോർക്കിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹം മകൻ അഹമ്മദ് ഫാറൂഖ് മൗദൂദിയുടെ കൂടെ അമേരിക്കയിൽ താമസിക്കുകയായിരുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് മരണമുണ്ടായി. അങ്ങനെ 23-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ലാഹോറിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ലാഹോറിൽ ഇസ്രയേൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ മയ്യത്തും കാത്ത് ലക്ഷങ്ങളാണ് ലാഹോറിൽ ഖദ്ദാഫി സ്റ്റേഡിയത്തിൽ കാത്തു നിൽക്കുന്നത്. 6 ലക്ഷത്തിലധികം ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുത്തിരുന്നത്. അങ്ങനെ ഈ മൗദൂദി സാഹിബിനെ സംബന്ധിച്ച് ആളുകളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അംഗീകരിച്ച അദ്ദേഹത്തെ എല്ലാം കൊണ്ടും പ്രശംസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അതൊന്നും മനസ്സിലാക്കാതെ മൗദൂദിക്ക് അറബി അറിയില്ല, മൗദൂദിക്ക് തഫ്സീർ അറിയില്ല, മൗദൂദി സാഹിബ് എഴുതിയ ഗ്രന്ഥങ്ങളോടൊക്കെ വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തിനുള്ള അറിവും പരിജ്ഞാനവും എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സയ്യിദ് അബുൽ ആല മൗദൂദിയുടെ പ്രധാനപ്പെട്ട ഗുരുവര്യന്മാരിൽപ്പെട്ട ആളുകളാണ് മൗലാന അബ്ദുസ്സലാം നിയാസി. അദ്ദേഹത്തിൻ്റെ അറബി വ്യാകരണവും അപ്രകാരം തന്നെ അറബി സാഹിത്യവും അപ്രകാരം തന്നെ ഈ മാനി മന്ദിക്ക് പോലുള്ള തർക്കശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് മൗലാന അബ്ദുസ്സലാം നിയാസിയിൽ നിന്നാണ്. അപ്രകാരം തന്നെ തഫ്സീർ, ഹദീസ്, ഫിഖ് ഒക്കെ പഠിച്ചിരിക്കുന്നത് മുഅത്ത, തുർമുദി, ബൈളാവി പോലെയുള്ള ഹിദായ പോലെയുള്ള തഫ്സീർ, ഫിഖിലൊക്കെ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് അദ്ദേഹം മൗലാന ഷരീഫുദ്ദീനിൽ നിന്നാണ്. നന്നായിട്ട് കവിള്ള 964 സയ്യിദ് അബുൽ ആല മൗദൂദി മക്കത്ത് വന്നപ്പോൾ ഹറമിൽ തടിച്ചുകൂടിയ വമ്പിച്ച ഒരു ജനം അവിടെ മുമ്പിൽ വെച്ചിട്ട് ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രഭാഷണം സയ്യിദ് അബുൽ ആല മൗദൂദി നടത്തുകയുണ്ടായിട്ടുണ്ട്. അറബി ഭാഷയിലായിരുന്നു. മൗദൂദിക്ക് അറബി അറിയില്ല എന്നൊക്കെയാണ് ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. 2 മണിക്കൂർ നേരത്തുള്ള പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം പല ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരികയുണ്ടായി. അദ്ദേഹം പ്രസംഗിക്കുകയാണ് മക്കാം ഇബ്രാഹിമിൻ്റെ ഏതാണ്ട് വലതു ഭാഗത്തുള്ള വിശാലമായ ആ സ്ഥലത്ത് വെച്ചിട്ട്. ചോദ്യങ്ങൾക്കൊക്കെയും മൗദൂദി അറബി ഭാഷയിലാണ് മറുപടി നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എത്രയോ ഗ്രന്ഥങ്ങൾ അറബിയിൽ നിന്നിട്ട് ഉറുദുവിലേക്കും ഉറുദുവിൽ നിന്നിട്ട് അറബിയിലേക്കും അദ്ദേഹം തർജ്ജമ ചെയ്തത് കാണാൻ കഴിയുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ പറ്റി എതിർക്കാനും അറബി ഭാഷ അറിയില്ല എന്ന് പറയാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അബ്ദുള്ള നസീഫ് ജിദ്ദയിലെ സൗദിയിലെ അറിയപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് റാബിത്തയുടെ സെക്രട്ടറി ജനറലായിരുന്ന ഉമർ നസീബിൻ്റെ പിതാവാണ് അദ്ദേഹം. സയ്യിദ് അബുൽ ആല മൗദൂദി മക്കത്ത് വന്നപ്പോൾ കൂടെ തന്നെ ഖലീൽ അഹമ്മദി ഉണ്ട്, അപ്പം എല്ലാം ഉണ്ടായിരുന്നു, സെക്രട്ടറിമാരെല്ലാം ഉണ്ടായിരുന്നു. അവർക്കൊരു ടീ പാർട്ടി നൽകുകയുണ്ടായി ജിദ്ദയിൽ വെച്ചിട്ട്. അതിന് ചായ കഴിഞ്ഞതിന് ശേഷം അതിന് പലരും നന്ദി രേഖപ്പെടുത്തി. ആ കൂട്ടത്തിൽ സയ്യിദ് അബുൽ ആല മൗദൂദി അതൊരു അറബി ഭാഷ അറിയുന്ന ആളുകൾ പങ്കെടുത്തൊരു സദസ്സായിരുന്നു. മൗദൂദി ഖലീൽ അഹമ്മദിയോട് പറഞ്ഞ് നിങ്ങൾ അറബിയിൽ ഒരു നന്ദി പറയണം എന്ന്. ഇവിടെ പിടിച്ചുകൊണ്ടാണ് ചില ആളുകൾ കണ്ടില്ലേ 2 ശുക്റിൻ്റെ 2 വർത്താനം പറയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം അത് ഖലീൽ അഹമ്മദിനെ ഏൽപ്പിച്ചത്. ഇവിടെ നിന്ന് മനസ്സിലാക്കുക, അതിൽ പങ്കെടുത്ത ഒരു പണ്ഡിതൻ പിന്നീട് എഴുതിയതാണ് ഈ കാര്യങ്ങളൊക്കെ. സയ്യിദ് മൗദൂദിക്ക് അറബി അറിയില്ല എന്ന് അവിടെ ശുക്ർ പറയാൻ വേണ്ടി ഖലീൽ അഹമ്മദി ഏൽപ്പിച്ചുകൊണ്ടൊന്നും ഇദ്ദേഹത്തിന് അറബി അറിയില്ല എന്നൊന്നും കണ്ടില്ല. അതൊക്കെ ഒരു ശുക്റിൻ്റെ ഒരു ഭംഗി വാക്ക് ആധുനിക സാഹിത്യ ശൈലിയിലൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട്. അത് പെട്ടെന്ന് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവില്ല. അത് പറയാൻ വേണ്ടിയിട്ട് ഖലീൽ അഹമ്മദിനെ ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ടി കെ ഇബ്രാഹിം സാഹിബുണ്ട്, കുഞ്ഞു മുഹമ്മദ് സാഹിബ് വളാഞ്ചേരി ഉണ്ട്, ഹൈദർ അലി ശാന്തപുരമുണ്ട്,
അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സയ്യിദ് അബുൽ അല മൗദൂദി മദീനയിൽ വരികയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ എയർപോർട്ടിലൊക്കെ പോയി സ്വീകരിച്ചു. അദ്ദേഹം ഗവൺമെൻറ് ഗസ്റ്റായിക്കൊണ്ടാണ് വന്നെടുക്കുന്നത്. ഹർമിൻ്റെ മദീനയിലെ ഹർമിൻ്റെ വലത്ത് ഭാഗത്തുള്ള തൈസീർ ഹോട്ടലിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഞങ്ങളുടെ കൂടെ 2-3 സലഫി സുഹൃത്തുക്കളും പഠിക്കുന്നുണ്ടായിരുന്നു, മലയാളികളായ ആളുകൾ. ഒരു സലഫി സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, മൗദൂദി സാഹിബിനെ എനിക്കൊന്ന് കാണണം, അദ്ദേഹത്തിന് അറബി അറിയോ എന്നൊന്ന് എനിക്കൊന്ന് പരിശോധിച്ച് നോക്കണം, അതിന് നിങ്ങളൊരു 5 മിനിറ്റ് സമയം എനിക്ക് അവസരം തരണം. ഞാൻ അദ്ദേഹത്തോട് അറബിയിലൊരു മസ്അല ചോദിക്കും, അതിന് അറബിയിൽ അദ്ദേഹം മറുപടി നൽകിയാൽ ഓക്കെ, അദ്ദേഹത്തിന് അറബി അറിയും എന്ന് ഞാൻ മനസ്സിലാക്കും. ഞാനത് പത്രത്തിൽ എഴുതും. നിങ്ങൾ പറയുന്ന മാതിരി ഒന്നും അല്ല, മൗദൂദി സാഹിബിന് നന്നായിട്ട് അറബി എഴുതാനും പ്രസംഗിക്കാനും കഴിയും, സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന സമയത്ത് തൈസീർ ഹോട്ടലിൽ വന്നോളി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നു. അതിൻ്റെ മുമ്പ് തന്നെ മൗദൂദി സാഹിബിനോട് എങ്ങനെ സുഹൃത്ത് വരുന്നുണ്ട്, സെൽഫി വീക്ഷണക്കാരനാണ്, നിങ്ങൾ ചോദിക്കാൻ വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്, അത് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം വന്നു. പേരൊന്നും ഇപ്പോൾ ഞാനത് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം തവളക്കാൽ അത് ഒരു ബിസിനസ്സായി വിദേശത്തേക്ക് കയറ്റിയാക്കാൻ പാടുണ്ടോ, അത് ഹലാലാണോ അല്ല ഹറാമാണോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അത് അദ്ദേഹം അറബി തന്നെ ചോദിച്ച്. വലിയ അറബി സംസാരിക്കാനൊന്നും ഈ ചോദിച്ചവനും ആർക്കും അറിയില്ല. ഏതായാലും മൗദൂദി സാഹിബ് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് നന്നായിട്ട് ഹനഫി മദ്ഹബിലെ ചില വാക്കുകളും ഉദ്ധരണികളും ഉദ്ധരിച്ച് കൊണ്ടിട്ട് നന്നായിട്ട് അറബി ഭാഷയിൽ തന്നെ മറുപടി പറയുകയുണ്ടായി. ഈ വാക്ക് കഴിഞ്ഞ് പുറത്തു വന്ന ഞങ്ങൾ ചോദിച്ചു, എന്താ സാഹിബേ, മൗദൂദി സാഹിബിന് അറബി അറിയോ? ഇത് ഞാൻ മനസ്സിലാക്കിയൊന്നും മാതിരി അല്ല കേട്ടോ, ഇത് ഭയങ്കരനാണ് എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാനിത് പത്രത്തിൽ എഴുതും. ഇന്നേ വരെ ഒരു പത്രത്തിലും അദ്ദേഹം എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ടാക്കി, പക്ഷെ അവർ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ടാണോ എന്ന് അറിയുകയില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചില ആളുകളെ വിലയിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുക. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത് ഈ മൗദൂദി സാഹിബിൻ്റെ അനുയായികളായിക്കൊണ്ട് തന്നെ മിയാൻ തുഫൈൽ സാഹിബ്. വലിയ വലിയ നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത്രയും സമയം ആയോ? 5 മിനിറ്റ്. ഇത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആഗോളാടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നല്ലപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നേതൃത്വത്തെ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും ബഹുമാനിക്കാനും ഇസ്ലാമിക പ്രവർത്തകർ ശീലിക്കേണ്ടതാണ്. ഈയിടെ അടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഞങ്ങൾ ഏതാനും ആളുകൾ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രീലങ്കയിൽ പോവുകയുണ്ടായി, കൊളംബോയിൽ. അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളൊക്കെ പ്രധാനപ്പെട്ടതൊക്കെ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവരിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ പ്രത്യേകമായ ഒരു സ്നേഹം, ആദരവും ബഹുമാനവും ഒക്കെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പോയ ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം പോകുന്നത് ഇഖ്വാൻ മുസ്ലിമിൻ്റെ നേതാക്കന്മാരെ മുഹമ്മദ് മദീനെ പോലുള്ള ആളുകളെ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി അദ്ദേഹം കൈറോവിലേക്ക് ഇഖ്വാൻ മുസ്ലിമിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ടാക്സിയിൽ വെച്ചിട്ട് ഡ്രൈവറോട് അദ്ദേഹം ചോദിച്ചു. എന്താ ചോദിച്ചത്? അതിൻ്റെ മക്തബ് മുർസി എന്നാണ് ചോദിച്ചത്. മുർസിയുടെ ഓഫീസ് എവിടെയാണ്? അപ്പം തന്നെ ഡ്രൈവർ വണ്ടി അവിടെ നിർത്തിയിട്ട് കാറിനിറങ്ങാൻ പറഞ്ഞു. മുർസിയോ? ഏതാണ് ഇതൊരു മുർസിക്കാരൻ വന്നിരിക്കുന്നത്? ഇത്ര ബഹുമാനമില്ലാത്തൊരു സംസാരം, ആദരവില്ലാത്തൊരു സംസാരം. ഞങ്ങളൊന്നും ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് മുർസിയെ സംബന്ധിച്ച് മുർസി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. ഞങ്ങൾക്ക് അങ്ങനെ ബഹുമാനിക്കാനും ആദരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം മാപ്പ് ചോദിച്ചു. അതിന് ശേഷം പറഞ്ഞു, അങ്ങനെയൊന്നല്ല വേണ്ടത്, ഞങ്ങൾ ഉസ്താദ് എന്നോ ഷെയ്ഖ് എന്നോ ഒക്കെയാണ് വിളിക്കാറ്. ആളുകളെ ബഹുമാനിക്കാൻ നിങ്ങൾ ശീലിക്കണം. ആളുകളെ ആദരിക്കാനും ബഹുമാനിക്കാനുമാണ് നമ്മൾ ശീലിക്കേണ്ടത്
അതിനെ ഷേഖ് മുഹമ്മദ് മുർസി അല്ലെങ്കിൽ അതിനെ ദുക്തൂർ മുഹമ്മദ് മുർസി എന്നൊക്കെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബഹുമാനവും സ്നേഹവുമാണ് നമ്മൾ നിലനിർത്തേണ്ടത് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നേരെ. ഇനി കൂടുതലായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര തന്നെ എതിർപ്പുകളുണ്ടെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിലും ഒക്കെ സയ്യിദ് അബുലാല മൗദൂദി പലപ്പോഴും പറയാറുണ്ടായിരുന്നു, യുവാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അടുത്ത നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെ നൂറ്റാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. ഇങ്ങനെ പലരും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തകരായ നമ്മൾ ഈ രീതിയിലാണ് പെരുമാറേണ്ടത്. സ്നേഹത്തോടും സൗഹൃദവും ഐക്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ടിട്ട് മറ്റുള്ള ലോകത്ത് പരന്നു കിടക്കുന്ന വ്യാപിച്ച് കിടക്കുന്ന ഇസ്ലാമിക പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങേണ്ടത്. നല്ല നല്ല വ്യക്തിത്വങ്ങളെ ലോകത്ത് ഉണ്ടാക്കി തീർക്കാൻ വ്യക്തികളെന്ന നിലക്കും സംഘടനകളെന്ന നിലക്കും പ്രസ്ഥാനങ്ങളെന്ന നിലക്കും സ്ഥാപനങ്ങളെന്ന നിലക്കൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഒരു ദിവസം ഒരിക്കൽ മദീനയിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു വീട്ടിൽ അദ്ദേഹം കയറി ചെല്ലുകയുണ്ടായി. മുൻകൂട്ടിയൊന്നും വിവരം കൊടുത്തിട്ടല്ല. ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. മുഹാജിറുകളുണ്ട്, അൻസാരികളുണ്ട്, പലരുണ്ട്. അപ്പോൾ അയാൾ കിട്ടിയ ഒരു അവസരം എന്ന നിലക്ക് അദ്ദേഹം ഉപയോഗപ്പെടുത്തി അവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മാതാ അൻതും തതമന്നൗൻ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹവും പൂതിയും അഭിലാഷവും സ്വപ്നങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഈ വീട് നിറയെ സ്വർണ്ണം ഉണ്ടാകുക, ഞാൻ ഇങ്ങോട്ടൊരു ഭാഗത്ത് ഇരുന്നിട്ട് അതെങ്ങനെ പടച്ചവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പലരും പലരാജ്യ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അവസാനമുണ്ടോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കിതൊക്കെ പറയാനുള്ളൂ. മാതാ തതമന്ന അൻത യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, അഭിലാഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. വാസ്തവത്തിൽ അതിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഉമർ ഫാറൂഖ് പറയുകയാണ്, അതമന്ന അൻ യകൂന ലിഹാദ ദീനി അംസാൽ മുആദ് ബിൻ ജബൽ വ അബി ഉബൈദത്ത് ബിൻ ജറാഹ് വ സാലിം മൗല അബി ഹുദൈഫ ഹത്താ അസ്തഈന ബിഹിം ലിഇലാഇ കലിമത്തില്ലാഹ്. എൻ്റെ ആഗ്രഹം രാവും പകലും പ്രാർത്ഥനയിലൊക്കെ ഞാൻ പടച്ചവനോട് ആവശ്യപ്പെടാറുള്ളത്, എൻ്റെ അഭിലാഷം ഇതാണ്. ഈ ദീനുൽ ഇസ്ലാമിന് മുആദ് ബിൻ ജബലിനെ പോലെയും അബൂ ഉബൈദത്ത് ബിൻ ജറാഹിനെ പോലെയും സാലിം അബൂ ഹുദൈഫയുടെ മൗലയായ സാലിമിനെ പോലെയുള്ള ഉന്നതരായ വ്യക്തിത്വങ്ങളും പ്രഭകളും ഈ ദീനുൽ ഇസ്ലാമിന് ഇനിയും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലിമത്ത് ലോകത്ത് ഉയർത്തിപ്പിടിക്കാൻ അവരെ കൊണ്ടിട്ട് നമുക്ക് സാധ്യമാകുന്നതാണ്. നിങ്ങളും ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കേണ്ടത് അതാണെന്ന് അവരോട് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അഭിലാഷങ്ങളും ഒക്കെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീൻ ലോകത്ത് വ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അതിൻ്റെ ആ പ്രഭ കെട്ടുപോകാതെ ലോകത്ത് നിലനിൽക്കുകയും ചെയ്യുന്ന നല്ലതായ ഒരു അന്തരീക്ഷം കണ്ട് മരിച്ചു പോകാൻ പടച്ചവൻ്റെ അടുക്കിലേക്ക് യാത്ര തിരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.